Hi dears, welcome back to Tools Academy. കേറ്റഡ് കാറ്റഗറി 2 സോഷ്യൽ സയൻസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ടാണ് ഇന്ന് ടൂൾസ് അക്കാഡമി എത്തിയിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും തന്നെ അവസാനഘട്ട പരിശീലനങ്ങളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ പ്രധാനമായിട്ടുള്ള കോണ്ടന്റ് എന്ന് പറയുന്നത് ഫൈനൽ മെഗാ റിവിഷൻ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോയാലോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ കഴിഞ്ഞ തവണ എക്സാം അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കാണും. വേണാടുമായി ബന്ധപ്പെട്ട സ്വരൂപത്തെ കണ്ടെത്തൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എന്താണ് സ്വരൂപങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നാട്ടുരാജാക്കന്മാരുടെ ഭരണകാലത്ത് അവരുടെ ഭരണ സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് അവരുടെ പ്രദേശങ്ങളെ അതിർത്തി നിർണയിച്ച് വിഭജിക്കാറുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ സ്വരൂപങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് വിവിധ പ്രദേശങ്ങളിൽ അതിർത്തി നിർണയിക്കുന്നതിനെയാണ് സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്. അതിർത്തി നിർണയിച്ച് വിഭജിക്കുന്ന ആ പ്രദേശങ്ങളെയാണ് നമ്മൾ സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്ന സ്വരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വേണാട് സ്വരൂപം എന്ന് പറയുന്നത്. അപ്പോൾ വേണാട് സ്വരൂപത്തെ കണ്ടെത്തൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ വന്നിട്ട് തൃപ്പാപ്പൂർ സ്വരൂപമാണ് കേട്ടോ. അപ്പോൾ വേണാട് രാജവംശത്തെ തൃപ്പാപ്പൂർ സ്വരൂപം എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പൂർവികരായിട്ടാണ് വേണാട് രാജവംശം അല്ലെങ്കിൽ തൃപ്പാപ്പൂർ സ്വരൂപത്തെ കണ്ടിരുന്നത്. ഇനി നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന മറ്റു സ്വരൂപങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്നത് കൊച്ചി രാജവംശമാണ്. നെടിയിരുപ്പ് സ്വരൂപം എന്ന് പറയുന്നത് കോഴിക്കോട്ടെ സാമൂതിരിമാരാണ്. ചിറക്കൽ രാജവംശമാണ് കോല സ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നാടുവാഴി സ്വരൂപങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് പെരുമാൾസിനെ കുറിച്ചിട്ട്. അപ്പോ പെരുമാൾസിന്റെ ക്യാപിറ്റൽ ഏതാണെന്നൊക്കെ ഉള്ളത് മുൻ വർഷങ്ങളിൽ കേറ്റഡ് കാറ്റഗറി 3 എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഏരിയ കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോ പെരുമാൾ അല്ലെങ്കിൽ പെരുമാക്കന്മാരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മഹോദയപുരമാണ്. പ്രസന്റ്ലി കൊടുങ്ങല്ലൂരാണ് മഹോദയപുരം എന്ന് പറയുന്നത്. അപ്പോ മഹോദയപുരം ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന പെരുമാക്കർസിന്റെ അണ്ടറിലായിരുന്നു. ഓലത്തുനാട് മുതൽ വേണാട് വരെ 14 നാടുകളായിരുന്നു ഈ പെരുമാക്കന്മാരുടെ ഭരണം നടത്തിയിരുന്നത്. കേരളത്തിലെ ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം സ്ഥാപിതമായത് ഇത്തരത്തിൽ പെരുമാക്കർസിന്റെ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. രാജശേഖരൻ മുതൽ രാമകുലശേഖരൻ വരെയുള്ള രാജാക്കന്മാരാണ് CE 800 മുതൽ 1122 വരെയുള്ള കാലത്ത് മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്നത്. അപ്പോൾ മഹോദയപുരത്തെ പ്രധാനമായിട്ടുള്ള പെരുമാക്കർസിന്റെ പേരുകളാണ് ഈ തന്നിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. രാജശേഖരൻ, അതുപോലെ തന്നെ സ്ഥാണുരവി, കോദരവി, കോദ കേരള കേസരി, ഇന്ദുക്കോദ, ഭാസ്കര രവി, രവിക്കോദ, ആദിത്യൻ കോദ, രാമകുല ശേഖരന്. അപ്പോ നമ്മള് നാടുവാഴി സ്വരൂപങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്ത് വന്നതുകൊണ്ടാണ് ഈ ഒരു ഏരിയ കൂടി ഡിസ്കസ് ചെയ്ത് പോയത്. അപ്പൊ CE 12-ാം നൂറ്റാണ്ടില് പെരുമാക്കന്മാരുടെ ഈ ഒരു കേന്ദ്രീകൃത ഭരണം അവസാനിക്കുകയും നാടുകൾ സ്വതന്ത്ര ഭരണ പ്രദേശങ്ങളായി മാറുകയും അങ്ങനെ വന്ന അധികാര സ്ഥാനങ്ങളാണ് നാടുവാഴി സ്വരൂപങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ പ്രധാനമായിട്ടുള്ള നാടുവാഴി സ്വരൂപങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് കോല സ്വരൂപം എന്ന് പറയുന്നത് കോലത്തുനാട്, അതുപോലെ തന്നെ നെടിയിരുപ്പ് സ്വരൂപം എന്ന് പറയുന്നതാണ് ഏറനാട് എന്ന് പറയുന്നത്, പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി ആൻഡ് തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. അതിനുശേഷം ടിപ്പു സുൽത്താന്റെ വരവോട് കൂടിയിട്ട് ഒക്കെ തന്നെ ഈ സ്വരൂപങ്ങളെല്ലാം തന്നെ കാലക്രമേണ ഇല്ലാണ്ടായി. അപ്പൊ കേരള ഹിസ്റ്ററിയിൽ നിന്നുമാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന കച്ചവട സംഘം ഏതായിരുന്നു എന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 5 വണ്ണമാണ് മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന കച്ചവട സംഘം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമ്മൾ കേട്ട് വന്നിട്ടുണ്ട് എങ്കിൽ പോലും 5 വണ്ണമാണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് 5 വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പണ്ടത്തെ വ്യാപാര സംഘടനകൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള 5 മഹാനഗരങ്ങളുടെ പേരിലാണ് 5 വണ്ണം എന്നറിയപ്പെടുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം, തൃശൂർ, കൊടുങ്കാണം എന്നിങ്ങനെ 5 നഗരങ്ങളാണ് മധ്യകാല കേരളത്തില് 5 വണ്ണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി പോർഷൻസ് കവർ ചെയ്യുന്ന സമയങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോകേണ്ട ഒന്നാണ് സിറ്റികളുടെ ഉദയം.
അതായത് പുതിയ സിറ്റികൾ രൂപീകരിക്കുന്നതും മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ തന്നെ എപ്പോഴും ക്വസ്റ്റ്യനകത്ത് നമുക്ക് കണ്ടുവരാറുണ്ട്. അപ്പൊ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇറ്റാലിയൻ നഗരം ഏതാണെന്നുള്ളതാണ്. വെനീസ്, ലണ്ടൻ, പാരീസ് ആൻഡ് കോൺസ്റ്റാന്റിനോപ്പിൾ തുടങ്ങിയിട്ടുള്ളവയാണ് ഓപ്ഷൻ ആയിട്ടുള്ളത്. അതിൽ കറക്റ്റ് ആൻസർ വന്നിട്ട് വെനീസ് ആണ് കേട്ടോ. ഇറ്റാലിയൻ നഗരം എന്ന് പറയുന്നത് വെനീസ് ആണ്. അപ്പോ ഇറ്റലിയിലെ ഒരു പ്രധാനമായിട്ടുള്ള നഗരമാണ് വെനീസ് എന്ന് പറയുന്നത്. ലണ്ടൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ തലസ്ഥാനമാണ്. ആൻഡ് പാരീസ് എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ തലസ്ഥാനമാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് മോഡേൺ തുർക്കിയിലെ ഇസ്താംബൂൾ ആണ് കേട്ടോ. അപ്പോ ഇറ്റാലിയൻ നഗരം എന്ന് പറയുന്നത് വെനീസ് ആണ്. ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ദത്തവകാശ നിരോധന നിയമം, അതുപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥ അഥവാ ഡോക്ട്രിൻ ഓഫ് ലാപ്സെ ആൻഡ് സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു ആണ് കേട്ടോ. അതായത് അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അണ്ടറിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. അപ്പോ 1848 മുതൽ 1856 വരെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു ആണ് പല നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഭരണത്തിന്റെ അണ്ടറിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നയം നടപ്പിലാക്കിയത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1857 ശിപ്പായി ലഹള അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനും കാരണമായത് ഇത്തരത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ദത്താവകാശ നിരോധന നിയമമാണ്. ഇനി മറ്റൊന്നാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതിന്റെ കറക്റ്റ് ആൻസർ വന്നിട്ട് ലോർഡ് വെല്ലസി ആണ്. അതായത് വെല്ലസി പ്രഭു ആണ് സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്സിഡിയറി അലയൻസ് സിസ്റ്റം നടപ്പിലാക്കിയത്. ഇതും ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നയവും പ്രയോജനപ്പെടുത്തിയത്. നാട്ടുരാജ്യങ്ങൾക്ക് അവരുടെ സ്വന്തം സൈന്യത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ബ്രിട്ടീഷ് സൈന്യത്തെ നിലനിർത്തേണ്ടതായിട്ട് വന്നു. ബ്രിട്ടീഷ് സൈന്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നല്ല രീതിയിൽ ചെലവുകളും ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾ തന്നെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ചിലവുകൾ വഹിക്കണമെന്നായിരുന്നു. അപ്പൊ കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി വെല്ലസി പ്രഭു ആണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ അധികം പഠിക്കാതെ വിട്ടുപോകുന്ന ഒന്നാണ് മുഗൾ എംപയറിന്റെ കാലയളവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മുഗൾ ഭരണ കാലഘട്ടത്തിലെ പ്രശസ്തരായിട്ടുള്ള രാജാക്കന്മാരെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ കാലയളവിൽ രചിച്ചിട്ടുള്ള കൃതികളൊന്നും തന്നെ ആരും അത്ര നോട്ട് ചെയ്ത് പോകത്തില്ല. അപ്പോൾ ഒരു മാർക്ക് ഇനി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ കൂടി നോട്ട് ചെയ്യുക. അതിലെടുത്ത് പറയേണ്ട ഒന്നാണ് അക്ബർ നാമ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിന്റെ പേരാണ്. അപ്പോൾ അക്ബർ, ജലാലുദ്ദീൻ അക്ബർ 1556 മുതൽ 1605 വരെ ഭരിച്ചിരുന്ന രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ സദസ്സിൽ നവരത്നങ്ങൾ എന്നറിയപ്പെടുന്ന 9 ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു. അതിലുൾപ്പെട്ട അബുൽ ഫസലാണ് ഈ അക്ബർ നാമ എന്ന് പറയുന്ന കൃതി രചിച്ചിട്ടുള്ളത്. അതിന് 3 വോളിയം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അക്ബർ നാമയുടെ രചയിതാവാരാണ്? അബ്ദുൽ ഫസലാണ്. അദ്ദേഹം മുഗൾ തലസ്ഥാനമായിട്ടുള്ള ആഗ്രയിലാണ് വളർന്നു വന്നത്. അപ്പോൾ ഈ ഒരു കൃതി കൊണ്ട് മാത്രമല്ല അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ളത്. അറബി, പേർഷ്യൻ, ഗ്രീക്ക് തുടങ്ങിയിട്ടുള്ള തത്വചിന്ത, സൂഫിസം എന്നിവയിലുമൊക്കെ അദ്ദേഹം പ്രശസ്തനായിരുന്നു. അപ്പൊ നമ്മള് അക്ബറിന്റെ സദസ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അക്ബറിന്റെ സദസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള നവരത്നങ്ങളാണ് അബുൽ ഫസൽ. അദ്ദേഹം അക്ബറിന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു. അതേപോലെ അക്ബർ നാമയുടെ രചയിതാവും ഗ്രാൻഡ് വിസിയർ അല്ലെങ്കിൽ അക്ബറിന്റെ പ്രധാനമന്ത്രിയായിരുന്നു അബുൽ ഫസൽ എന്ന് പറയുന്നത്. അടുത്തത് ഫൈസി ആണ്. അക്ബറിന്റെ കവി പുരസ്കാര ജേതാവാണ് ഫൈസി. അദ്ദേഹം അക്ബറിന്റെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ ഷഹ്സാദേവിന്റെ ഉപദേശകനുമായിരുന്നു. താൻസൻ ആണ് അടുത്തത്. ഇസ്ലാം മതം സ്വീകരിച്ച ഹിന്ദു ഗായകനാണ് താൻസൻ എന്ന് പറയുന്നത്. സാംസ്കാരിക മന്ത്രിയും അക്ബറിന്റെ ഗായകനുമായിരുന്നു താൻസൻ എന്ന് പറയുന്നത്. അടുത്തത് ബീർബൽ ആണ്. തന്റെ സാമർത്ഥ്യത്തിന്റെ പേരുകേട്ട ഒരു കുലീനനായിരുന്നു. അതുപോലെ അക്ബറിന്റെ വിദേശകാര്യ മന്ത്രിയാണ് ബീർബൽ എന്ന് പറയുന്നത്. തോഡർമാൽ അക്ബറിന്റെ ധനമന്ത്രിയായിരുന്നു. രാജമാൻ സിംഗ് അക്ബറിന്റെ മുഗൾ ആർമിയുടെ ചീഫ് ഓഫീസ് സ്റ്റാഫ് ആയിരുന്നു. അതുപോലെ അക്ബറിന്റെ വിശ്വസ്തനായിരുന്ന ജനറൽ കൂടിയായിരുന്നു അദ്ദേഹം. അബ്ദുൾ റഹീം ഖാനൈ ഖാന അക്ബറിന്റെ പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ ഒരു പ്രശസ്ത കവിയുമാണ് അബ്ദുൾ റഹീം ഖാനൈ ഖാന എന്ന് പറയുന്നത്. ഇനി മതമന്ത്രിയാണ് ഫക്കീർ അസിയോ വോദിൻ. അതുപോലെ തന്നെ അക്ബറിന്റെ ആഭ്യന്തര മന്ത്രിയാണ് മുല്ല ദോ പിയാസ.
ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് ജോഗ്രഫിയിൽ നിന്നുമാണ്. ദൈനിക താപാന്തരം എന്നാണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ദൈനിക താപാന്തരമാണ് കേട്ടോ. അപ്പൊ ദൈനിക താപാന്തരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏത് മേഖലയിലാണ് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ്. ഉഷ്ണ മരുഭൂമികളിലാണ് ദൈനിക താപാന്തരം കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. അപ്പൊ എന്താണ് ദൈനിക താപാന്തരം ഈ ഒരു മേഖലയിൽ മാത്രം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് എന്നുള്ളതിന്റെ കാരണം കൂടി നമുക്ക് നോക്കാം. അപ്പൊ ദൈനിക താപാന്തരം അല്ലെങ്കിൽ ഡയurnal ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് കൂടുതലായിട്ടും മരുഭൂമികളിലാണ് അനുഭവപ്പെടാറുള്ളത്. ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം മരുഭൂമിയിലെ ക്ലൈമറ്റ് തന്നെയാണ്. അതായത് വരണ്ട കാലാവസ്ഥയും കുറഞ്ഞ അളവിലുള്ള ഈർപ്പവുമാണ് കാരണം. ഈ ഒരു സാഹചര്യങ്ങളിൽ പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനും അതുപോലെ രാത്രി സമയങ്ങളിൽ ഈ ഒരു ചൂട് നിലനിർത്താനും മണ്ണിനും വായുവിനും വളരെ കുറഞ്ഞ കഴിവേ ഉള്ളൂ. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ താപനില വളരെ ഉയരുകയും രാത്രിയിൽ താപനില കുത്തനെ താഴുകയും ചെയ്യുന്നുണ്ട്. ഇത് താപനിലയിലെ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതായത് താപനില മാക്സിമം എത്തുകയും അതേപോലെ തന്നെ മിനിമം എത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ദൈനിക താപാന്തരം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഉഷ്ണ മരുഭൂമികളിലാണ് ദൈനിക താപാന്തരം അല്ലെങ്കിൽ ഡയurnal ടെമ്പറേച്ചർ റേഞ്ച് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. അപ്പോൾ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസിനകത്ത് ഒഴിവാക്കപ്പെടാതെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അന്തരീക്ഷ പാളിയെ കുറിച്ചിട്ടുള്ളത് അല്ലെ. അപ്പം അന്തരീക്ഷ പാളിയുടെ ക്വസ്റ്റ്യനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മീസോസ്ഫിയർ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എത്ര ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ജോഗ്രഫിയിൽ നിന്നും ഈ ഒരു ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മീസോസ്ഫിയറിനെ കൂടാതെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ എന്നിങ്ങനെ 4 അന്തരീക്ഷ പാളികളും ഉണ്ട്. അപ്പൊ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ട്രോപ്പോസ്ഫിയർ സിറ്റുവേറ്റ് ചെയ്യുന്നത് 0 to 12 കിലോമീറ്റർ വരെയാണ് ട്രോപ്പോസ്ഫിയർ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ടാണ് സ്ട്രാറ്റോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. 12 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് സ്ട്രാറ്റോസ്ഫിയർ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് മീസോസ്ഫിയർ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി റൈറ്റ് ആൻസർ. മീസോസ്ഫിയർ സമുദ്രനിരപ്പിൽ നിന്നും 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം തെർമോസ്ഫിയർ 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിലും ലാസ്റ്റ് വന്നിട്ട് എക്സോസ്ഫിയർ എന്ന് പറയുന്നത് 600 കിലോമീറ്റർ ഉയരത്തിലുമാണ് എക്സോസ്ഫിയർ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് നമുക്ക് കേട്ടറ്റിന്റെ എക്സാമിന് പഠിക്കാനായിട്ടുണ്ട്. സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഭൗമ സമാന ഗ്രഹങ്ങളല്ലാത്തത്, അതായത് ടെറസ്ട്രിയൽ പ്ലാനറ്റ് അല്ലാത്തത് ഏതൊക്കെയെന്നുള്ളത്. അപ്പൊ ടെറസ്ട്രിയൽ പ്ലാനറ്റും ഉണ്ട്, ജൊവൈൻ പ്ലാനറ്റ് ഉണ്ട്, അഥവാ ഗെയിൻ പ്ലാനറ്റും ഉണ്ട്. അപ്പൊ എന്താണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്? ഭൗമ സമാനമായിട്ടുള്ള ഗ്രഹങ്ങളാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്ന് പറയുന്നത്. അതായത് മേഡ് ഓഫ് റോക്ക് ആൻഡ് മെറ്റൽസ്, സർഫസ് ആർ സോളിഡ്, നോ റിങ്സ്, വെരി ഫ്യൂ ഓർ നോ മൂൺസ് ആൻഡ് റിലേറ്റീവ്ലി സ്മോൾ. അതായത് വലിപ്പം കുറഞ്ഞ് ഈ പറഞ്ഞ വലയങ്ങളില്ലാതെ മെറ്റൽസും അതുപോലെ റോക്കും കൊണ്ട് നിർമ്മിതമായിട്ടുള്ള സോളിഡ് സർഫസ് ഉള്ള ഗ്രഹങ്ങളാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ് അഥവാ ഭൗമ സമാന ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭൗമ സമാന ഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് മാർസ്. അപ്പോൾ ഇതിനകത്ത് ഭൗമ സമാന ഗ്രഹമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ നമുക്ക് ഗെയിൻ പ്ലാനറ്റ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പൊ ഗെയിൻ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ഗ്യാസ് പ്ലാനറ്റ് ആണ്. അതിനകത്ത് പ്രധാനമായിട്ടും ഹീലിയം, ഹൈഡ്രജൻ ഒക്കെ ഉൾപ്പെട്ട് വലിയ ഗ്രഹങ്ങളാണ് ഗെയിൻ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഐസ് ഗെയിൻസ് കണ്ടെയ്ൻ റോക്ക് ആൻഡ് ഐസ്, സോളിഡ് സർഫസ് ഇല്ലാത്തത്, റിങ്ങിന്റെ സപ്പോർട്ടോട് കൂടി ഉള്ളത്, ആൻഡ് മൾട്ടിപ്പിൾ മൂൺസ്, ഇമ്മൻസ് ഇൻ സൈസ് തുടങ്ങിയുള്ള പ്രത്യേകതകളാണ് ഗെയിൻ പ്ലാനറ്റ് അഥവാ ഈ ഭൗമ സമാനമല്ലാത്ത ഗ്രഹങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ തുടങ്ങിയിട്ടുള്ളവ. അതിൽ ജൂപ്പിറ്ററും സാറ്റേണും ഗ്യാസ് ഗെയിൻസും യുറാനസും നെപ്റ്റ്യൂണും എന്താണ്? ഐസ് ഗെയിൻസുമാണ്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജൂപ്പിറ്റർ ആണ്. ടെറസ്ട്രിയൽ പ്ലാനറ്റ് അല്ലാത്തത് ജൂപ്പിറ്റർ ആണ്. ബാക്കി മൂന്നും എന്താണ്? ടെറസ്ട്രിയൽ പ്ലാനറ്റിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോഗ്രഫിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കായാന്തര ശില ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് മെറ്റമോർഫിക് റോക്കിന് എക്സാമ്പിൾ ഏതെന്നുള്ളതാണ്. മാർബിൾ, ബസാൾട്ട്, ചുണ്ണാമ്പ് കല്ല്, ഗ്രാനൈറ്റ് തുടങ്ങിയിട്ടുള്ളവയാണ് തന്നിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഏതൊക്കെ ശിലകളുണ്ട് എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കാം. അതിലൊന്നാണ് ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തര ശിലകൾ.
അപ്പൊ ആഗ്നേയ ശിലകള് ഭൂവൽക്കത്തിന്റെ വിടവുകളിൽ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്നവയാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാനൈറ്റും ബസാൾട്ടും എന്തിനുദാഹരണമാണ്? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. ഇനി ആഗ്നേയ ശിലകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് മറ്റ് അവസാദ കായാന്തര ശിലകൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് ആഗ്നേയ ശിലകളാണ് പ്രാഥമിക ശിലകൾ എന്നുകൂടി അറിയപ്പെടുന്നത്. അപ്പൊ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഗ്രാനൈറ്റ്, ബസാൾട്ട്. അപ്പൊ ഈ വർഷം വരുമ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആഗ്നേയ ശിലകള് ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട് ആണ് വരുന്നത്. ഇനി വരുന്നത് അവസാദ ശിലകളാണ്. അപ്പൊ അവസാദ ശിലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ശിലകള് കാലാന്തരത്തിൽ ക്ഷയിച്ച് എന്ത് ചെയ്യും? പൊടിഞ്ഞു പോകും. അങ്ങനെ വരുന്ന ശിലകളാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് തുടങ്ങിയിട്ടുള്ളവ. അപ്പൊ അവസാദ ശിലകൾ ഇങ്ങനെ കാലാന്തരത്തിൽ എന്ത് ചെയ്യും? പൊടിഞ്ഞ് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുകയും അവ ഉറച്ചുകൊണ്ടാണ് ശിലകളായിട്ട് രൂപപ്പെടുന്നത്. അപ്പൊ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് എന്തൊക്കെ? ചുണ്ണാമ്പ് കല്ല്, മണൽക്കല്ല് തുടങ്ങിയത്. ലൈംസ്റ്റോണും മണൽക്കല്ലും അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പാളികളായിട്ട്, അതായത് ലേയേഴ്സ് ആയിട്ടാണ് ഈ ശിലകൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവയെ അടുക്ക് ശിലകൾ അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കായാന്തര ശിലകളിലേക്ക് പോകാം. അപ്പൊ കായാന്തര ശിലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൂട്, അതുപോലെ തന്നെ മർദ്ദം തുടങ്ങിയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ റിയാക്ഷന്റെ ഭാഗമായിട്ടോ ഈ ശിലകൾക്കുണ്ടാകുന്ന മാറ്റത്തിനെയാണ് കായാന്തര ശിലകൾ എന്ന് പറയുന്നത്. അതായത് കെമിക്കൽ, ഫിസിക്കൽ റിയാക്ഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് കായാന്തര ശിലകൾ രൂപപ്പെടാനുള്ള കാരണമായി തീരുന്നത്. അപ്പൊ കായാന്തര ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിൾ ആൻഡ് സ്ലേറ്റ്. മാർബിൾ ആൻഡ് സ്ലേറ്റ് എന്ന് പറയുന്നത് കായാന്തര ശില അഥവാ മെറ്റമോർഫിക് റോക്കിന് ഉദാഹരണമാണ്. അപ്പൊ ഇവിടെ കായാന്തര ശില ഏതായിരിക്കും വരുന്നത്? മാർബിൾ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കായാന്തര ശിലകൾ എന്ന് പറയുമ്പോൾ മാർബിളും സ്ലേറ്റുമാണ് അതിൽ ഉൾപ്പെടുന്നത്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒന്നുകൂടിയാണ് കായാന്തര ശിലകൾ. അപ്പൊ കേരളത്തിൽ മാർബിൾ അതേപോലെ സ്ലേറ്റും ഒക്കെ ധാരാളമായിട്ട് കാണാറുണ്ട്. എക്കണോമിക്സിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ലാസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സെൻസസ് പ്രകാരമുള്ള ഡേറ്റാസ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണെന്നാണ് ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുള്ളത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ 2011 സെൻസസ് റിപ്പോർട്ട് ജസ്റ്റ് പഠിക്കുന്ന സമയങ്ങളിൽ ഫസ്റ്റ് പൊസിഷൻ ഉള്ളതും സെക്കൻഡ് പൊസിഷൻ ഉള്ളതും ഒക്കെ തന്നെ നോട്ട് ചെയ്ത് പോവുക. സോ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ 7ാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്. ഈ ഒരു സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ആണ്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിമാണ്. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാർ ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത് ബീഹാറിലാണ്. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ കമ്പയർ ചെയ്യുവാണെങ്കിൽ പശ്ചിമ ബംഗാളാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യനകത്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് പശ്ചിമ ബംഗാൾ ആയത്. അപ്പോൾ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനമാണ് കേട്ടോ പശ്ചിമ ബംഗാളിൻ്റെത്. അതേപോലെ തന്നെ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ് കേട്ടോ. ദെൻ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള സംസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനം മിസോറാമിനാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആയിരുന്നു. പക്ഷെ പ്രസന്റ്ലി പറയുവാണെങ്കിൽ ലഡാക്ക് ആണ് കറക്റ്റ് ആൻസർ വന്നിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ജനസാന്ദ്രതയുടെ കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഇപ്പോൾ 2011 സെൻസസിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ അതേപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിൽ വരുന്ന സ്റ്റേറ്റ് നോക്കി വെക്കണം. 5 ഇയർ പ്ലാൻസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലേ. 5 ഇയർ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്ത ഇയർ, അതുപോലെ തന്നെ 5 ഇയർ പ്ലാൻസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ 5 ഇയർ പ്ലാൻസിനകത്തും ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള സെക്ടേഴ്സ്, ഇതെല്ലാം തന്നെ പഠിച്ചു പോകുന്ന ഒന്നാണ്. അതിൽ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് എന്താണ് പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത്. അതായത് പീരീഡ് ഓഫ് പ്ലാൻ ഹോളിഡേ ഇൻ ഇന്ത്യ. അതായത് 5 ഇയർ പ്ലാൻസിനിടയിൽ ചില വർഷങ്ങളിൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് പ്ലാൻ ഹോളിഡേസ് ആയിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. എസ്പെഷ്യലി 3rd 5 ഇയർ പ്ലാനിലാണ് ഈ ഒരു ഫിനോമിന ഉണ്ടായത്.
അപ്പം ആദ്യത്തെ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1951 മുതൽ 55 വരെയുള്ള കാലയളവായിരുന്നു. ആൻഡ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 56 ടു 60 വരെയുള്ള കാലയളവായിരുന്നു. തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 61 ടു 66 ആണ്. അപ്പൊ ഈ തേർഡ് 5 ഇയർ പ്ലാന് ശേഷമാണ്, അതായത് 1966 മുതൽ 69 വരെയുള്ള കാലഘട്ടമാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത് എന്താണ്? 66 മുതൽ 69 വരെയുള്ള കാലഘട്ടമാണ്. അതായത് തേർഡ് 5 ഇയർ പ്ലാന് ശേഷമുള്ള കാലഘട്ടമാണ് പ്ലാൻ ഹോളിഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു കാലയളവിലാണ് ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം നടന്നത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏർപ്പെട്ട യുദ്ധം, അതുപോലെ തന്നെ മൂന്നാമത്തെ 5 ഇയർ പ്ലാൻ, അതായത് മൂന്നാമത്തെ വർഷത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഫെയിലർ ആയി. അതായത് ആ ഒരു പദ്ധതി പ്രകാരമുള്ള നടപ്പിലാക്കേണ്ട പല കാര്യങ്ങളും ഫെയിലർ ആയതുകൊണ്ടാണ് പിന്നീട് വന്നിട്ടുള്ള 66 മുതൽ 69 വരെയുള്ള കാലയളവ് പ്ലാൻ ഹോളിഡേ പീരീഡ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ആൻഡ് ഡ്യൂറിംഗ് ദിസ് പ്ലാൻ ആനുവൽ പ്ലാൻസ് വെയർ മെയ്ഡ് ആൻഡ് ഈക്വൽ പ്രയോറിറ്റി വാസ് ഗിവൻ ടു അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ ആൻഡ് ഇൻഡസ്ട്രി സെക്ടർ. അപ്പോൾ ഈ ഒരു തേർഡ് 5 ഇയർ പ്ലാന് ശേഷമുള്ള കാലയളവ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആനുവൽ പ്ലാൻസ് ആണ്. അതായത് ഓരോ വർഷവും ഓരോ പ്രത്യേക ഒബ്ജക്റ്റീവ് വെച്ചുകൊണ്ട് സെറ്റ് ചെയ്യുന്ന വാർഷിക പ്ലാനുകളായിരുന്നു നടപ്പിലാക്കി വന്നത്. ആ ഒരു കാലയളവിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് കൃഷിക്കും കൃഷിയോടനുബന്ധമായി കിടക്കുന്ന മറ്റ് സെക്ടേഴ്സ് ലൈക്ക് ഇൻഡസ്ട്രിയൽ സെക്ടർ, ഇങ്ങനെയുള്ള സെക്ടേഴ്സിനായിരുന്നു ആ ഒരു കാലയളവിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പൊ ഇന്ത്യയിലെ പ്ലാൻ ഹോളിഡേ കാലഘട്ടം എന്ന് പറയുന്നത് 66 മുതൽ 69 വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു പീരീഡിലേക്ക് നയിച്ച റീസൺ എന്ന് പറയുന്നത് ഇൻഡോ പാകിസ്ഥാൻ യുദ്ധവും അതുപോലെ തന്നെ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി എന്താണ് ഫെയിലർ ആയതുമാണ് പ്രധാനമായിട്ടുള്ള കാരണം. ഇനി പ്ലാൻ ഹോളിഡേ കാലയളവിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അഗ്രികൾച്ചർ, അലൈഡ് സെക്ടർ ആൻഡ് ഇൻഡസ്ട്രി സെക്ടറാണ്. സാമ്പത്തിക ശാസ്ത്രത്തില് നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിൽ കൂടി ഒരുപോലുള്ള പേരുകൾ വരുമ്പോൾ കൺഫ്യൂസിങ് ആയി പോകാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് ഭക്ഷ്യ ഭദ്രത ഉറപ്പുവരുത്തുന്നതിനുമായിട്ടുള്ള പദ്ധതി ഏതെന്നുള്ളതാണ്. അപ്പൊ പാവപ്പെട്ടവർക്ക്, അതുപോലെ തന്നെ പാവപ്പെട്ടവരിലും പാവപ്പെട്ടവർക്ക് എന്നതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർക്ക് ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ്. അതായത് ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പൂവറസ്റ്റ് പീപ്പിളിന് കൊടുക്കുന്ന ഒരു ഫുഡ് സെക്യൂരിറ്റി പദ്ധതിയെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ഇതിനകത്ത് കൺഫ്യൂസിംഗ് ആയിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളെ കാണൂ, അന്നപൂർണയും അന്ത്യോദയ അന്നയോജനയുമാണ്. അപ്പൊ ഇതിലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അന്ത്യോദയ അന്നയോജനയാണ്. ക്വസ്റ്റ്യനകത്ത് ശ്രദ്ധിക്കുക, പാവപ്പെട്ടവരിലും പാവപ്പെട്ടവർക്കുള്ള ഫുഡ് സെക്യൂരിറ്റി പദ്ധതിയാണ്, അത് അന്ത്യോദയ അന്നയോജനയാണ്. അപ്പൊ അന്ത്യോദയ അന്നയോജന അഥവാ AAIY ദരിദ്രരിൽ ഏറ്റവും ദരിദ്രർക്കായിട്ട് 2000 ഡിസംബറിൽ ആരംഭിച്ച പദ്ധതിയാണ്. ഇതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ കീഴിൽ വരുന്ന BPL കുടുംബങ്ങളിലെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ജനങ്ങളെ കണ്ടെത്തി അവർക്ക് എന്ത് കൊടുക്കുക? ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക, അതായത് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാന ഗ്രാമവികസന വകുപ്പുകൾ പാവപ്പെട്ട കുടുംബങ്ങളെ കണ്ടെത്തി യോഗ്യരായിട്ടുള്ള ഓരോ കുടുംബത്തിനും 25 കിലോഗ്രാം ഭക്ഷ്യധാന്യങ്ങൾ ഉയർന്ന സബ്സിഡി നിരക്കിൽ അതുപോലെ തന്നെ കുറഞ്ഞ രൂപ നിരക്കിലും ലഭ്യമാക്കുക. ഗോതമ്പിന് കിലോയ്ക്ക് 2 രൂപ നിരക്കിലും അരി കിലോയ്ക്ക് 3 രൂപ നിരക്കിലും ലഭ്യമാക്കുക എന്നുള്ളതാണ്. 2002 ഏപ്രിൽ മുതൽ ഈ ഒരു ഭക്ഷ്യധാന്യത്തിന്റെ അളവ് 25 കിലോയിൽ നിന്നും 35 കിലോ ആയിട്ട് ഉയർത്തി. അപ്പം അന്ത്യോദയ അന്നയോജനയാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അതായത് പാവപ്പെട്ടവരിലും പാവപ്പെട്ടവർക്ക് ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് AAY എന്ന് പറയുന്നത്. അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമിന് ഈ ഒരു മേരിൽ നിന്നും ആരും ഒരു മാർക്ക് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലെ ഓരോ പദ്ധതിയെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന, നഗരങ്ങളിലെ തൊഴിൽരഹിതർക്ക് പ്രയോജനം അതുപോലെ തന്നെ സ്വയം തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി സഹാരി റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഉച്ചഭക്ഷണ പരിപാടി. നമുക്ക് ഏവർക്കും അറിയാം, ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള ഭക്ഷണം ഉറപ്പുവരുത്തുക, അതുപോലെ പോഷക മൂല്യമുള്ള ഭക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഉച്ചഭക്ഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന മറ്റൊന്നാണ് അന്നപൂർണ എന്ന് പറയുന്നത്. അപ്പൊ അന്നപൂർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വരുമാനമില്ലാതെ 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് മാത്രമായിട്ടുള്ള പദ്ധതിയാണ് അന്നപൂർണ. അപ്പൊ ഈ ഒരു പദ്ധതി പ്രകാരം മാസം 10 കിലോ അരി സൗജന്യമായിട്ട് റേഷൻ കാർഡ് വഴി വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യമാണ്. സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ്. ബാങ്ക് വായ്പയിലൂടെ സബ്സിഡിയിലൂടെയും പണം ലഭ്യമാക്കുന്നു. മറ്റൊന്നാണ് നമ്മളിപ്പോൾ പഠിച്ച അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്നത്.
ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് നൽകി വരുന്ന പദ്ധതിയാണ് മാസം 35 കിലോ അരി 3 രൂപയ്ക്കും ഗോതമ്പ് 2 രൂപയ്ക്കും വിതരണം ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ് സംയോജിത ശിശുവികസന പരിപാടി. ഇപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ICDS എന്ന് പറഞ്ഞിട്ട്, അതായത് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. അപ്പം ഈ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അംഗൻവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കാണ് ഈ ഒരു പദ്ധതിയുടെ ഗുണഫലം ലഭ്യമാക്കുന്നത്. ഒരു നിശ്ചിത അളവിലേക്ക് അവർക്ക് പോഷക ആഹാരം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. അത് കഴിഞ്ഞ് വരുന്ന മറ്റൊരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി അഥവാ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധയും ഉള്ളവർക്ക് 100 ദിവസത്തെ തൊഴിൽ പദ്ധതി ഉറപ്പാക്കുന്നതാണ്. 18 വയസ്സ് പൂർത്തിയായവർക്ക് ഈ ഒരു പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ ഗുണഭോക്താക്കളിൽ 1/3 പേര് സ്ത്രീകളായിരിക്കണം. അപ്പൊ ഇത്രയും പദ്ധതികളാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടും നിലവിൽ നടത്തിവരുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മുൻ വർഷങ്ങളിൽ എക്കണോമിക്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഒരുപാട് കൺഫ്യൂസിങ് അല്ല, അതുപോലെ ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ താഴെ നൽകിയിട്ടുള്ളവയിൽ മനുഷ്യ വിഭവത്തിന്റെ ഗുണപരമായ ഘടകം ഏത്? അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നേരെ ഇംഗ്ലീഷിലേക്ക് പോവുക. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ മനുഷ്യന്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റും ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. അതായത് നമുക്ക് അളക്കാൻ പറ്റുന്നവയാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ അളന്നെടുക്കാൻ പറ്റാത്തതാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരാളുടെ സൗന്ദര്യം ഒന്നും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അളന്നെടുക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതാണ് ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ഗുണപരമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം പോപ്പുലേഷൻ, ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, അതായത് ജനസംഖ്യ, ജനസാന്ദ്രത, ഇതെല്ലാം തന്നെ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ് അല്ലെ. നമ്മൾ പറയും ഇന്ത്യയിൽ ഇത്രത്തോളം പോപ്പുലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ജനസാന്ദ്രത ഇത്രയാണ് എന്നുള്ളൊരു നിരക്ക് നമുക്ക് പറയാനുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് സ്ത്രീ പുരുഷ അനുപാതവും നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. എന്നാൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ തുടങ്ങിയവയാണ്. അപ്പൊ അത് ഗുണപരമായിട്ടുള്ള ഘടകമാണ്. അപ്പൊ ലിറ്ററസി റേറ്റ്, അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്ടൻസി എന്നൊക്കെ പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിസോഴ്സുകളാണ്. അപ്പൊ ക്വാളിറ്റേറ്റീവ് റിസോഴ്സുകൾ എന്ന് പറയുന്നത് ലിറ്ററസി റേറ്റും അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് ലൈഫ് എക്സ്പെക്ടൻസിയുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സാക്ഷരതാ നിരക്കാണ് എന്തെന്ന് പറയുന്നത്, ഗുണപരമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്ന എക്സാംസിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഓരോ ടെക്സ്റ്റ് ബുക്കുകൾ തന്നിട്ട് അതാരാണ് രചിച്ചതെന്നുള്ളതാണ് ചോദിക്കാറുള്ളത്. പൊതുവെ എക്കണോമിക്സിലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം, അതുപോലെ തന്നെ ഹിസ്റ്ററിയിലും കാണാം. അപ്പോൾ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന പ്രശസ്തമായിട്ടുള്ള പുസ്തകം ആരാണ് രചിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കിനി കറക്റ്റ് ആൻസറിലേക്ക് പോയാലോ. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് വിശ്വേശ്വരയ്യയാണ് കേട്ടോ. ഇത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള കൃതിയാണ്. മുൻ വർഷങ്ങളിലും സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണെന്നുള്ളത്, അഥവാ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ. ഇനി മറക്കരുത്, വിശ്വേശ്വരയ്യയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതിയിട്ടുള്ളത്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും ഒരു ദേശീയ പാർട്ടിയെ കണ്ടെത്തൂ എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ദേശീയ പാർട്ടി ആകണം എന്നുണ്ടെങ്കിൽ പ്രത്യേക നിബന്ധനകളുണ്ട് അല്ലെ. അപ്പൊ ദേശീയ പാർട്ടി ആകണമെങ്കിലുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ലോകസഭയിലേക്കോ നിയമസഭയിലേക്കോ ഒരു പൊതു തിരഞ്ഞെടുപ്പിൽ ലഭിച്ച സാധുവായ വോട്ടുകളുടെ 6% അല്ലെങ്കിൽ 1 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്ന് ലോകസഭയിൽ കുറഞ്ഞ 4 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയെ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കും. അത് മാത്രവുമല്ല, 4 അതിലധികമോ സംസ്ഥാനത്തിലെ ഒരു സംസ്ഥാനത്തിന്റെ ലോകസഭയിലേക്കോ നിയമസഭയിലേക്കോ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ലഭിച്ച സാധുവായ വോട്ടിന്റെ 8% ലഭിച്ചിട്ടുണ്ടായിരിക്കണം. 3 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്ന് മൊത്തം ലോകസഭാ സീറ്റുകൾ 2% നേടിയവർ. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ നിബന്ധനകൾ എന്ന് പറയുന്നത്. അപ്പൊ നിലവിലെ 8 പാർട്ടികളെയാണ്
നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ രാഷ്ട്രീയ പാർട്ടികളായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി, ഇന്റർനാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, ബഹുജൻ സമാജ്വാദി പാർട്ടി, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്, അതുപോലെ നാഷണൽ പീപ്പിൾസ് പാർട്ടി തുടങ്ങിയിട്ടുള്ള 8 പാർട്ടികളാണ് ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ദേശീയ പാർട്ടി ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. CPIM ആണ് ദേശീയ പാർട്ടിക്ക് അല്ലെങ്കിൽ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. പൊളിറ്റിക്കൽ സയൻസിലെ ക്വസ്റ്റ്യൻസ് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തെരഞ്ഞെടുപ്പ് അഥവാ ഇലക്ഷനെ കുറിച്ചിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ചും ഇലക്ഷൻ കമ്മീഷണറെ കുറിച്ചിട്ടും ഇലക്ഷൻ കമ്മീഷണറുടെ ചുമതലകളെ കുറിച്ചിട്ടും ഒക്കെ തന്നെ ക്വസ്റ്റ്യൻസ് വന്നു പോയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ആൻസർ അറിയാം, സുകുമാർ സെൻ ആണ്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിലെ ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ സുകുമാർ സെൻ 1950 മാർച്ച് 21 മുതൽ 1958 ഡിസംബർ 19 വരെയാണ് അദ്ദേഹത്തിന്റെ പദവി വഹിച്ചിരുന്നത്. അപ്പോ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ 2 പൊതു തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹത്തിന്റെ അണ്ടറിൽ വളരെ വിജയകരമായിട്ടാണ് നടത്തിയത്. പിന്നീട് നമുക്ക് ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അതൊരു ഓപ്ഷൻ ആയിട്ടാണ് VS രമാദേവി വന്നിട്ടുള്ളത്. പക്ഷെ VS രമാദേവി ഇനി വേണമെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് VS രമാദേവി എന്ന് പറയുന്നത്. അപ്പോ VS രമാദേവിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1990 നവംബർ 26 മുതൽ 90 ഡിസംബർ 11 വരെയായിരുന്നു VS രമാദേവി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് സ്ഥാനം വഹിച്ചിരുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മുടെ ലോക്സഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ എന്ന് പറയുന്നത് മീര കുമാർ ആണ്. ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ആദ്യത്തെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ വനിതാ ജഡ്ജി എന്ന് പറയുന്നത് M ഫാത്തിമ ബീവി ആണ്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒരു എക്സ്ട്രാ നോളജ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പൊളിറ്റിക്കൽ സയൻസിൽ നിന്നും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്. എല്ലാവർക്കും അറിയാം, ഇംപീച്ച്മെന്റ് ആണ് കേട്ടോ. അപ്പോ ഇംപീച്ച്മെന്റ് ആണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന നടപടി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരെ തൽസ്ഥാനത്ത് നിന്നും മാറ്റുന്നതും ഈ മാറ്റുന്ന പ്രോസസ്സിനെയും നമ്മൾ ഇംപീച്ച്മെന്റ് എന്നാണ് പറയുന്നത്. ഇനി മറ്റ് ജനറൽ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നത്? ആർട്ടിക്കിൾ 14 ആണ് കേട്ടോ. അനുച്ഛേദം 17 പ്രകാരമാണ്. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള ആർട്ടിക്കിൾസ് കൂടി ഒന്ന് ജസ്റ്റ് വായിച്ചു വെക്കും. സോ അടുത്തത് പെഡഗോഗിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന മെത്തേഡ്സിൽ പഠിതാവിന് അല്ലെങ്കിൽ ലേണേഴ്സിന് കൂടുതൽ പങ്കാളിത്തം ലഭിക്കുന്ന രീതി ഏതെന്നുള്ളതാണ്. അതുപോലെ ലെക്ചർ, ഡെമോൺസ്ട്രേഷൻ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, ഇതെല്ലാം തന്നെ ഒരു ട്രഡീഷണൽ രീതിയാണ്. അവിടെ ഒരിക്കലും സ്റ്റുഡൻസിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വലിയ റോൾ ഉണ്ടാവില്ല. പക്ഷേ പ്രോജക്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ലേൺ ബൈ ഡൂയിങ് മെത്തേഡാണ്. അതായത് പഠിച്ചതിന് ശേഷം അവർ സ്വന്തമായിട്ട് അത് പ്രാവർത്തികമാക്കുന്ന ഒരു രീതിയാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോജക്റ്റ് ആണ് ഇതിൽ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ റോള് ലഭിക്കുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഓപ്ഷൻസുകൾ അതുപോലെ ഇത് റിലേറ്റ് ആയിട്ട് വരുന്ന മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ എക്സാമിന് നോക്കി വെച്ചിരിക്കണം. അപ്പൊ വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഇനിയായാലും പഠിച്ചു തുടങ്ങിയാൽ നമുക്കൊരു എക്സാം ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആദ്യം സ്വന്തമായിട്ട് പരിശ്രമിക്കുക. അതല്ല ഇനി നിങ്ങൾക്ക് ഈ ഒരു എക്സാം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് എവിടെയെങ്കിലും കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടോസ് അക്കാഡമിയുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ടോസ് അക്കാഡമിയുടെ കോച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും തന്നെ ആശംസകൾ. താങ്ക് യു. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ടൂസ് അക്കാഡമി നിങ്ങൾക്ക് എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസുകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം മറക്കാതെ കാണുക. ടെലഗ്രാം ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് ഡെയിലി ക്വിസസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും എല്ലാവരും ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. ഓൾ ദി ബെസ്റ്റ്.